ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പോൾ തുടരുന്ന പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അതായത് ISLന് വേണ്ടിയുള്ള ടെൻഡർ വിളിച്ചു കഴിഞ്ഞിരുന്നു. ഇന്നലെയായിരുന്നു ബിഡ് സമർപ്പിക്കാനുള്ള അവസാനത്തെ തീയതി. ആ തീയതി നീട്ടിക്കൊണ്ടാണ് ഇന്നലത്തേക്ക് വരെ എത്തിയത്. എന്നാൽ ഒരൊറ്റ ബിഡ് പോലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ലഭിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ പ്രതീക്ഷിച്ചത് FSDL എങ്കിലും ഒരു ബിഡ് സമർപ്പിക്കും എന്നായിരുന്നു. പക്ഷെ ആരും തന്നെ ബിഡ് സമർപ്പിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു ദുരവസ്ഥയുടെ ഉദാഹരണമായിക്കൊണ്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് അധികം വൈകാതെ തന്നെ തീരുമാനിക്കും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ മാധ്യമങ്ങളായ ബിയോണ്ട് സ്പോർട്സ്, ന്യൂസ് 9 എന്നിവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വമ്പന്മാരായ മോഹൻ ബഗാൻ അവരുടെ ഫസ്റ്റ് ടീമിൻ്റെ എല്ലാ ഓപ്പറേഷൻസും ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. താരങ്ങളെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇനി മുതൽ ട്രെയിനിങ് പോലെയുള്ള ഒന്നും ഉണ്ടാവില്ല എന്നതാണ് മോഹൻ ബഗാൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ISLൻ്റെ കാര്യത്തിൽ വ്യക്തത ലഭിക്കുന്നത് വരെ ഫസ്റ്റ് ടീമിൻ്റെ പ്രവർത്തനങ്ങൾ ഇനി ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ മോഹൻ ബഗാൻ തങ്ങളുടെ താരങ്ങളെ അറിയിച്ചിട്ടുള്ളത്. എല്ലാം താൽക്കാലികമായി കൊണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ISLൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത ലഭിച്ചാൽ മാത്രമാണ് മോഹൻ ബഗാൻ ഈ ഒരു പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയുള്ളൂ. അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം മോഹൻ ബഗാൻ സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായിട്ടുണ്ട്. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് 2 ഇപ്പോൾ അവർക്കില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്ന് കളിക്കണം എന്ന കാര്യത്തിൽ അവർക്ക് യാതൊരുവിധ അറിവുകളുമില്ല. അതുകൊണ്ടാണ് താൽക്കാലികമായി കൊണ്ട് ഇപ്പോൾ എല്ലാം സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള ഒട്ടുമിക്ക ക്ലബ്ബുകളും ഇതേ രീതി സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ഇനി എന്ന് കളിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതകളും ഇപ്പോഴും ആർക്കുമില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.